ഭൂതേ മഹദ്ഭിര്യ ഇമാ പുരോ വിഭു നിർമായശേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മക സോലം കൃഷിഷ്ട ഭഗവാൻ വചാംസി മേ. ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം, ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനു തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാം. ഭാഗവതത്തിൽ അലിയാം. ഇന്ന് ചൊല്ലുന്ന കവിത കാവ്യകൗസ്തുഭം ഓട്ടൂർ ഉണ്ണിനമ്പൂതിരിപ്പാടിൻ്റെ എൻ്റെ ജോലി. കന്നുകാലികളെ മേച്ചിരുന്നവൻ, കുന്നെടുത്തു കുടയായി പിടിച്ചവൻ, കുന്നികാതിലഴകോടണിഞ്ഞവൻ, കുഞ്ഞെനിക്കു പരദൈവതം സദാ. ധാത്രിനന്ദനുടെ ഗോകുലത്തെയും രാത്രി ചന്ദ്രനുടെ ഗോരസത്തെയും പ്രേമശീതളകരങ്ങളാൽ കറന്നോമനയ്ക്കമൃതയൂഷമേകിനാർ. ഇന്ദിരാപതിയിടയ്ക്കൊളിച്ചിടും നന്ദപത്നിയുടെ പട്ടുചേലയിൽ ചന്തമേറിയൊരു പിന്നിലാവുഷസന്ധ്യതൻ പ്രഭയിലെന്ന പോലവേ ഈടെഴുന്ന ഭഗവാന്റെ നെറ്റിമേലാടിടുന്ന കുടിലാളകങ്ങളെ മാടിമോടിയിലൊതുക്കി വച്ചിടും കോടി ഭാഗ്യമെഴുമമ്മയെ തൊഴാം. വേർപ്പണിഞ്ഞ തിരുനെറ്റി തോർത്തിയും ചീപ്പുകൊണ്ടു ചികുരങ്ങൾ ചീകിയും ചിൽപ്പുമാനുപരിചര്യ ചെയ്ത നീലോൽപലേക്ഷണ യശോദയെ തൊഴാം. വല്ലവീമണി യശോദ ഭംഗിയിൽ ചൊല്ലിടും കഥകൾ പാതി കേൾക്കവേ മെല്ലെ മെല്ലെ അടയുന്നു നിദ്രയാൽ മല്ലവൈരിയുടെ രണ്ടു നേത്രവും. തൊട്ടിയിൽ പളപളത്തിളങ്ങിടും കുട്ടിയെ ബത കിടത്തി മെല്ലവേ പട്ടുകൊണ്ടു നിധി പോലെ മൂടിയ പെറ്റ ഗോപിക പണിക്കുമണ്ടിനാൾ. മുട്ടുകുത്തിയെഴുന്നള്ളി വേർക്കയാൽ മുത്തു നന്മണിയണിഞ്ഞ നിൻമുഖം മുത്തൊടൻമിഴിയിലെന്നു കണ്ടു ഞാൻ മുക്തിയിൽ കൊതിവലിച്ചെറിഞ്ഞിടും. കുട്ടിവല്ലവികൾ തൻ ഗൃഹത്തിലെ കുട്ടിമത്തിൽ മൃദുവാം പദങ്ങളാൽ നാട്ടിലോണമുടനെത്തുമാറു പൂവിട്ടു കൊണ്ടു നടകൊണ്ടു മാധവൻ. രാഗമാധുരി തുളുമ്പിടും വിധം യോഗദൃക്കിനു കുഴമ്പിടും വിധം ത്യാഗഗോഷ്ഠമണി കുട്ടിമങ്ങളിൽ ഭോഗിശായി മണി കെട്ടിയാടിനാൻ.
ചില്ലിവെട്ടുമഴ കൊത്ത നോട്ടവും കല്ലിനെയുമലിയിച്ച പാട്ടുമായി മെല്ലെ മെല്ലെ എഴുന്നള്ളിടുന്നിതാ മല്ലവൈരി പശുപാലനത്തിനായി. പട്ടുടുത്തു മുടി കെട്ടി നെറ്റിയിൽ പൊട്ടു തൊട്ടു കുഴലൂതിരാവിലെ കാട്ടിലേക്കു നടകൊണ്ടു പൈക്കളും കൂട്ടുകാരുമൊരുമിച്ചു മാധവൻ. കാലിമയ്ക്കുവതിനായി വനങ്ങളിൽ കാലിൽ നൂപുരമണിഞ്ഞു കോലുമായി പീലികോലുമളകം വകഞ്ഞു പൊൽത്താലി ചാർത്തി നടകൊണ്ടു സുന്ദരൻ. കാറുതോറ്റ തിരുമൈ വിലാസവും കൂറലിഞ്ഞ മിഴിതൻ വിലോകവും ഊറിടുന്ന ചിരിയും ഞെറിഞ്ഞിടും കൂറയും കലരുമുണ്ണിയെ തൊഴാം. പ്രാതലൂണു കഴിയാതെ പൈക്കളെ പാർത്തു വന്നു ദൈതർക്കു നൽകുവാൻ വേർത്തൊലിച്ചു വെയിലത്തു മണ്ടുമെന്നാർത്ത ബന്ധുവിനെയോർത്തിടുന്നു ഞാൻ. ആടിടുന്ന മയിലും മനോജ്ഞമായി പാടിടുന്ന കുയിലും നിറഞ്ഞതായി വാടിയൊന്നു യമുനാ തടത്തിലുണ്ടോടയൂതിയതിൽ വാണു മാധവൻ. പാതിരാവിൽ മലർപൂത്ത കാവിൽ നൽത്തൂ നിലാവിലരയാൽ തറയ്ക്കുമേൽ വാണുവായുവിലലഞ്ഞുലഞ്ഞ നിൻ വേണുവായന നിതാന്തമോഹനം. മല്ലവൈരി കുഴലല്ലിലൂതവേ മെല്ലെയമ്പിളി അനങ്ങിടാതെയായി കല്ലുപോലുമലിയാൻ തുടങ്ങിയെന്നല്ല മാമുനി മനസ്സുലഞ്ഞുപോയി. വേണുവായ് മലരിൽ വെച്ചു തിണ്ണമേൽ വാണുവായന തുടർന്ന കണ്ണനെ വേണമെങ്കിൽ മനമേ നിനച്ചിടാം വീണു കാൽപ്പൊടികളിൽ കുളിച്ചിടാം. വെണ്ണിലാവിഴുമരണ്യ ഭൂമിയിൽ പുണ്യമുള്ള വരവർണിനീമണി കണ്ണനാം സ്വപതി വന്നിടുന്നതും നണ്ണിയങ്ങനെയിരുന്നു രാത്രിയിൽ. ഉത്തരം രമണനോടുരച്ചിടാതത്തൽ പൂണ്ടു കരയും മുഖാംബുജം ഉത്തരീയ വസനങ്ങളാൽ മറച്ച തരത്തിൽ നിലകൊണ്ടു രാധിക. കണ്ണ നിന്നെ ഇരുളിൽ ചവിട്ടി ഞാനൊന്നു തൊട്ടു തലയിങ്കൽ വയ്ക്കണം എന്നു ശുദ്ധ കളവും പറഞ്ഞഹോ ചെന്നു നിന്നു കളവാണി രാധിക. വെണ്ണ തോറ്റ മിനുസം കലർന്നൊര കണ്ണനുണ്ണിയുടെ പൊന്നു തൃത്തുട പുണ്യമേറിയ കരാംബുജങ്ങളാലൊന്നമർത്തിയൊഴിയുന്നു രാധിക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മേഘശ്യാമ കനകപരിധി കർണവിദ്യോത വിദ്യുന്മുഗ്നിഭ്രാജൽ വിലുളിതകച ശ്രദ്ധരോ രക്തനേത്ര ജൈത്രൈർദോദ്ഭിർജഗദഭയദൈർദന്തശൂകം ഗൃഹീത്വാ മധ്നന്മധ്നാ പ്രതിഗിരിരിവാശോഭതാധോ ധൃതാദ്രി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 922 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ദ്വാദശസ്കന്ധം ആശ്രയം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്ന ആ 12ാമത്തെ സ്കന്ധത്തിൽ 4ാമത്തെ അധ്യായത്തിൽ
29-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ആത്യന്തികമായ പ്രളയം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് നൽകുന്ന ഉപദേശങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നഹി സത്യസ്യ നാനാത്വം അവിദ്വാൻ യതി മന്യതേ നാനാത്വം ഛിദ്രയോർ യദ്വത് ജ്യോതിർഷോർ വാതയോരിവ. സത്യസ്യ നാനാത്വം, സത്യത്തിന് നാനാത്വം നഹി ഇല്ല, അത് പലതരത്തിലില്ല. യതി മന്യത, അങ്ങനെ വിചാരിക്കുന്നുവെങ്കിൽ അവിദ്വാൻ, അവൻ അറിവില്ലാത്തവനാണ്. ഛിദ്രയോ ജ്യോതിഷോ വാതയോ നാനാത്വം ഇവ, ദ്വാരങ്ങളിലും തേജസ്സുകളിലും വായുക്കളിലുമൊക്കെ പലതരത്തിൽ എന്നതുപോലെ എന്ന് പറയുകയാണ്. എന്താണ് ഇതിൻ്റെ താല്പര്യം? ഇവിടെ എന്തുകൊണ്ട് ഏകരൂപം എന്നാണ്? സത്യത്തിന് നാനാത്വമില്ല. സത്യമായിരിക്കുന്നുവെങ്കിലും ആത്മാവിന് ജീവനെന്നും ബ്രഹ്മമെന്നും രണ്ട് രൂപമില്ലേ എന്നാണെങ്കിൽ ഈ ജീവബ്രഹ്മഭേദ കൽപ്പന തന്നെ അറിവില്ലായ്മയുടെ ലക്ഷണമാണ്. നാനാത്വം വസ്തുഭേദം കൊണ്ടല്ല, ഉപാധിഭേദം കൊണ്ടാണ് എന്ന് പറയുകയാണ്. ആകാശത്തിൽ എന്നതുപോലെ ഒരു കുടത്തിൽ വ്യാപിച്ചിരിക്കുന്നതും ഗൃഹത്തിൽ വ്യാപിച്ചിരിക്കുന്നതുമായിട്ടുള്ള ആകാശം ഒന്ന് തന്നെ. ഘടവ്യാപ്തി, ഗൃഹവ്യാപ്തി, ഇങ്ങനെ ഭേദം കൊണ്ട് അപരിച്ഛിന്ന ഭാവം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഉപാധിയുടെ അഭാവത്തിൽ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആകാശം ഒന്ന് തന്നെ. ഇതേപോലെ ശരീരോപാധി കൊണ്ട് അതിന് ജീവനെന്നും അതേപോലെ അതിൻ്റെ അഭാവത്തിൽ ബ്രഹ്മമെന്നും പറയുന്നു. ഇത് പരിച്ഛിന്നം എന്ന ഭേദത്തെ കാണാൻ ഉപയോഗിച്ച ദൃഷ്ടാന്തം. ഇനി ശരീരവ്യാപ്തി കൊണ്ട് വികാരി എന്നും അതിൻ്റെ അഭാവത്തിൽ നിർവികാരി എന്നും പറയുന്നു. എവിടെ? ജ്യോതിഷോരിവ, ആകാശത്തിലുള്ള സൂര്യൻ ജലാശയത്തിൽ പ്രതിഫലിക്കുമ്പോൾ ജലത്തിൻ്റെ ചലനം, അതിൻ്റെ ആ ചലനാദിധർമ്മങ്ങൾ പ്രതിബിംബത്തിലാണ് കാണുന്നത്, സത്യത്തിൽ ബിംബത്തിലില്ല. ആകാശത്തിൽ പ്രകാശിക്കുന്ന സൂര്യ ചൈതന്യത്തിൽ അല്ലെങ്കിൽ സത്യസ്വരൂപത്തിൽ അതില്ല. അതേപോലെ അന്ധക്കരണവുമായ ബന്ധം കൊണ്ട് സുഖദുഃഖാദി അവസ്ഥകളുണ്ടാവണു. അതില്ലാതെയാവുമ്പോഴോ നിത്യാനന്ദത്തിലേക്ക് എത്തണം. വാതയോരിവ, പുറമേ വീശുന്ന കാറ്റ് വലിയ വൃക്ഷങ്ങളെയൊക്കെ ചലിപ്പിക്കുന്നു. ശരീരാന്തർഭാഗത്ത് ചലിക്കുന്ന കാറ്റോ അത് ശരീരത്തെ വ്യാപരിക്കുന്നു. അതേപോലെ അല്പശക്തൻ മഹാശക്തൻ എന്ന ഭേദവും ഉപാധി കൊണ്ടുണ്ടാവുന്നതാണ്. അതുകൊണ്ട് ജീവബ്രഹ്മഭേദന കൽപ്പനയ്ക്ക് ഉപാധി സംബന്ധവും അത് ഇല്ലാത്തത് കാരണം അതിൻ്റെ അഭാവവും ആണ് കാരണം, വസ്തുഭേദമല്ല എന്ന് പ്രത്യേകമായിട്ട് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, യഥാ ഹിരണ്യം ബഹുധാ സമീയത്തെ നൃഭി ക്രിയാഭിർവ്യവഹാരവർമ്മസു ഏവം വചോഭിർ ഭഗവാൻ അധോക്ഷജോ വ്യാഖ്യായത്തെ ലൗകിക വൈദികൈർജനൈഹി. വ്യവഹാരവർമ്മസു, വ്യവഹാരമാർഗങ്ങളിൽ, നൃഭി മനുഷ്യരാൽ, ക്രിയാഭി രചനാ വ്യത്യാസങ്ങൾ കൊണ്ട്, ഹിരണ്യം സ്വർണം, ബഹുധാ സമീയത്തെ പലതരത്തിൽ കാണപ്പെടുന്നു. ഏവം ഇതുപോലെ, അധോക്ഷജ ആ ഭഗവാൻ, ലൗകിക വൈദികൈ ജനൈഹി ശാസ്ത്രജ്ഞന്മാരും വേദജ്ഞന്മാരുമായിട്ടുള്ള ജനങ്ങളിൽ, വചോഭി വാക്കുകൾ കൊണ്ട് പലതരത്തിൽ പറയപ്പെടുന്നു. ഇപ്പൊ പ്രപഞ്ച വ്യവഹാരത്തിനും ആശ്രയമായിരിക്കുന്നത് ബ്രഹ്മമാണ്. പ്രവൃത്തി സമർത്ഥന്മാരായ ജനങ്ങൾ സ്വർണത്തെ ഓരോ തരത്തിലാക്കി മാറ്റുന്നു. കടകമായി, കുണ്ടലമായി, മാലയായി, പൊന്നിൻചിലമ്പായി, വളയായി, മോതിരമായി, പല രൂപത്തിൽ മാറ്റുന്നു. എന്നാൽ നാമരൂപങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന സ്വർണം എല്ലാത്തിലും ഭേദമില്ലാതിരിക്കുന്നു. ഇപ്പോൾ സ്വർണത്തിന് മാറ്റമില്ല. ഇതേപോലെ ദേഹാഭിമാനികളായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരും വേദജ്ഞന്മാരും ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാതിരിക്കുന്ന ഭഗവാനെ പലതരത്തിലുള്ള, പല രൂപത്തിലുള്ള, പല നാമങ്ങളിലുള്ളവനാണ് ഭഗവാൻ എന്ന് വ്യാഖ്യാനിക്കുന്നു. സത്യത്തിൽ ഭഗവാൻ മാത്രമാണ്
സത്യമായിട്ടുള്ളത് എന്ന് പറയുന്നു. യഥാഘനോർക്ക പ്രഭവോർക്കദർശിതോ ഹ്യർക്കാംശഭൂതസ്യ ചക്ഷുഷസ്ത്വമ ഏവം ത്വഹം ബ്രഹ്മഗുണസ്തദീക്ഷിതോ ബ്രഹ്മാംശകസ്യാത്മന ആത്മബന്ധനാം. ഇവിടെ പറയാണ്, യഥാ അർക്കപ്രഭവ, ഏതൊരു തരത്തിലാണോ സൂര്യനിൽ നിന്നുണ്ടായതും സൂര്യനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നതുമായ മേഘം, അർക്കാംശഭൂതസ്യ സൂര്യാംശമായിരിക്കുന്ന ചക്ഷുഷ കണ്ണിൻ്റെ തമ ആവരണമായിരിക്കുന്നു, ഇതേപോലെ ബ്രഹ്മഗുണ ബ്രഹ്മത്തിൻ്റെ ഗുണമായും തദീക്ഷിത ബ്രഹ്മത്താൽ തന്നെ പ്രകാശിക്കപ്പെടുന്നതുമായ അഹങ്കാരം ബ്രഹ്മാംശകസ്യ ബ്രഹ്മത്തിൻ്റെ അംശമായിരിക്കുന്ന ആത്മാവിന് ആത്മബന്ധന ആത്മസ്വരൂപമായ ബ്രഹ്മത്തെ മറയ്ക്കുന്നതായിട്ട് ഇരിക്കുന്നു. അപ്പം അഹങ്കാരം ബ്രഹ്മസ്വരൂപത്തെ മറയ്ക്കുന്നത് കൊണ്ടാണ് ഭേദവൃത്തി ഉണ്ടാവുന്നത് എന്നാണ്. അപ്പം അത് ശരിയല്ലല്ലോ. അഹങ്കാരം ബ്രഹ്മത്തിൽ നിന്ന് തന്നെയല്ലേ ഉണ്ടാവണത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് ബ്രഹ്മത്തിനെ മറയ്ക്കണത് എന്നാണെങ്കിൽ അതിന് ഉദാഹരണമായിട്ട് പറയുന്നു. ഇവിടെ ആ അഗ്നോ പ്രാസ്താഹുതി സമ്യക് ആദിത്യമുപതിഷ്ഠത്തെ ആദിത്യാൽ ജായത്തെ വൃഷ്ടേരന്നം തഥ പ്രജ എന്ന് പറയുന്നു. ഇവിടെ എന്താ? സൂര്യനിൽ നിന്ന് മേഘങ്ങൾ ഉണ്ടാവുന്നു. മേഘങ്ങളിൽ നിന്നോ അതിൽ നിന്ന് ആ മഴയുണ്ടാകുന്നു. അപ്പോൾ ആ മഴയിൽ നിന്ന് അന്നമുണ്ടാവുന്നു, സസ്യങ്ങൾക്ക് മഴ കിട്ടുമ്പോൾ. അപ്പം ഇവിടെ പറയണത് സൂര്യാംശമായിരിക്കുന്ന നേത്രത്തെ മേഘം മറയ്ക്കുന്നത് കൊണ്ട് നേത്രത്തിന് ആ സൂര്യനെ കാണാൻ തടസ്സം വരുന്നു. ഇതേപോലെ കാര്യമായിരിക്കുന്ന ബ്രഹ്മാവ് തന്നെ അല്ലെങ്കിൽ ഭഗവാൻ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന അഹങ്കാരം ബ്രഹ്മാംശമായിരിക്കുന്ന ജീവാത്മാവിനെ മറയ്ക്കുന്നത് കൊണ്ട് സ്വരൂപമായ ബ്രഹ്മത്തെ ജീവൻ സാക്ഷാത്കരിക്കാത്തത് കൊണ്ട് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടെന്നവനെന്ന പോലെ അഭിമാനിച്ച് സുഖദുഃഖങ്ങൾ പ്രാപിച്ച് സംസാരത്തിൽ ജനന മരണങ്ങൾ, പുനരപി ജനനം പുനരപി മരണം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതുകൊണ്ട് അഹങ്കാരമാണ് ഈ ഭേദ വ്യവഹാരത്തിന് കാരണം എന്ന് ഉറപ്പിക്കുക. ഘനോ യഥാർക്ക പ്രഭവോ വിദീര്യത്തെ ചക്ഷുസ്വരൂപം രവിമീക്ഷത്തെ തദാ യദാ ഹ്യഹങ്കാര ഉപാധിരാത്മനോ ജിജ്ഞാസയാ നശ്യതി തർഹ്യനുസ്മരേൽ. അർക്കപ്രഭവ ഘനഃ സൂര്യനിൽ നിന്നുണ്ടായ മേഘം യഥാ വിദീര്യത്തെ എപ്പോഴാണോ വിധാരണം ചെയ്യപ്പെടുന്നത് തഥാ അപ്പോൾ ചക്ഷു സ്വരൂപം രവിം ഈക്ഷത്തെ ആ സമയത്ത് നേത്രം ആ സൂര്യഭഗവാനെ കാണുന്നു. ആത്മനഃ ഉപാധി ആത്മാവിൻ്റെ ഉപാധിയായ അഹങ്കാരം ആത്മനഃ ജിജ്ഞാസയ ആത്മാവിനെ അറിയണമെന്നുള്ള ആഗ്രഹത്തിൽ യഥാ നശ്യതി എപ്പോഴാണോ നശിക്കുന്നത് തർഹി അപ്പോൾ അനുസ്മരിക്കും എന്നാണ്. ഇവിടെ പറയുകയാണ് സൂര്യകിരണ പരിണാമങ്ങളായ മേഘങ്ങൾ, സൂര്യനിൽ നിന്നാണ് മേഘം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ആ സൂര്യകിരണങ്ങൾ എപ്പോഴാണോ പിളർന്നു കളയുന്നത് അപ്പോൾ മാത്രമേ തൻ്റെ സ്വരൂപമായിരിക്കുന്ന സൂര്യനെ കാണുന്നുള്ളൂ. അതുപോലെ ആത്മവിചാരം കൊണ്ട് ആത്മോപാധിയായ അഹങ്കാരം നശിക്കുമ്പോൾ ജീവാത്മാവ് തൻ്റെ തന്നെ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കും. യദൈവമേതേന വിവേകഹേതിന മായാമയാഹങ്കരണാനുബന്ധനം ചിത്വാച്യുതാത്മാനുഭവോവതിഷ്ഠത്തെ തമാഹുരാത്യന്തികമംഗ സംപ്ലവം. ഏതേന വിവേകഹേതിന ഈ വിവേകമാകുന്ന ശാസ്ത്രം കൊണ്ട് മായാമയാഹങ്കരണാത്മബന്ധനം അവിദ്യാസ്വരൂപമായിരിക്കുന്ന അഹങ്കാരമായിരിക്കുന്ന ആത്മോപാധിയെ ചിത്വ മുറിച്ചിട്ട് അച്യുതാത്മാനുഭവ
പരിപൂർണാത്മസാക്ഷാത്കാരത്തോടു കൂടിയവനായി, അച്യുതനിൽ ചേരുന്നവനായി. ഇവിടെ തമാഹുരാത്യന്തികം അംഗസംപ്ലവം എന്നാണ്. അപ്പോൾ വിവേകമാകുന്ന ശാസ്ത്രത്തിൽ അവിദ്യാസ്വരൂപമായ അഹങ്കാരമാകുന്ന ആത്മോപാധിയെ മുറിച്ചിട്ട് പരിപൂർണ സാക്ഷാത്കാരത്തോടു കൂടിയവനായി യഥാ അവതിഷ്ഠത്തെ, എപ്പോഴാണോ അവസ്ഥിതി ചെയ്യുന്നത്, അംഗ അല്ലയോ രാജാവേ, തം ആത്യന്തികം സംപ്ലവം ആഹു, ഇതാണ് ഏറ്റവും ഒടുവിലുള്ള ആത്യന്തികമായിട്ടുള്ള പ്രളയം എന്ന് പറയുന്നത് എന്നാണ്. ആത്മവിചാരമാകുന്ന, ജ്ഞാനവിചാരം ചെയ്ത് ആ ശാസ്ത്രം കൊണ്ട് അജ്ഞാനാത്മകമായിരിക്കുന്ന അഹങ്കാരമാകുന്ന ആത്മബന്ധത്തെ മുറിച്ച് പരിപൂർണ ആത്മഭാവേന എപ്പോൾ സ്ഥിതി ചെയ്യണോ അവിടെ ആ ആത്മസാക്ഷാത്കാരാവസ്ഥയെ ആത്യന്തിക പ്രളയം എന്ന് പറയുന്നു. അപ്പോൾ ജനനമരണസ്വരൂപമായ സംസാരത്തിന് അവകാശമില്ലാത്തത് കൊണ്ട് അവസാനത്തെ നാശം, ലയം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇതിന് ആത്യന്തിക പ്രളയം എന്ന് പറയുന്നത് എന്നും അവിടെ സൂചിപ്പിച്ചു. അങ്ങനെയുള്ള 33-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. നാളെ ഭഗവാന്റെ ദിവ്യമായ മറ്റ് അവതാര ലീലകളെ അനുസ്മരിക്കാം. ഇപ്പോൾ ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം,
കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.